അസ്സലാമലൈക്കും. നമസ്കാരം. ഞങ്ങൾ സിദ്ദീഖ് വണ്ടൂരാണ്. നെയ്ച്ചോറ് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ കൊണ്ടിട്ടു. നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഉള്ളി ഒന്ന് വറുത്തെടുക്കാം. ഞാൻ 2 ഗ്ലാസ് അരിൻ്റെ നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം വറുത്തെടുക്കുക. വറുത്തെടുത്തിട്ട് ഒരു വറുവായിട്ടൊരു പരന്ന പാത്രത്തിലോട്ടാണ് മാറ്റി വെക്കുക. അതിൽ നിന്ന് എന്നിട്ട് അതിലോട്ട് കുറച്ച് ഗരം മസാല ഇട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്താണ് മാറ്റി വെക്കുക. ആ ഉള്ളി വറുത്ത നെയ്യ് കളയരുത് കേട്ടോ, അത് നമുക്ക് ലാസ്റ്റ് ആവശ്യമുണ്ട്. ഇനി നമുക്ക് ചോറിനുള്ള വെള്ളം ഗ്യാസുമാക്കും. അതിലോട്ട് 4 ഗ്രാമ്പു, 4 ഏലക്ക, ചെറിയ പട്ടയുടെ പൊട്ടോട്ട് എടുത്തിട്ട് കുറച്ച് കറിവേപ്പില, ഒരു നാരങ്ങപ്പുളിയുടെ നീര്, പാകത്തിന് ഉപ്പ്, ചെറിയൊരു ഇഞ്ചി കഷ്ണം ചതച്ചത് അതിട്ട് കൊടുത്ത് ഇത് തിളച്ച് വന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ആ കഴുകി വെച്ച അരി അതിലോട്ടിട്ട് കൊടുക്കുക. ഒരു പകുതി വേവാകുമ്പോൾ, ഈ അരി ഒരു പകുതി വേവാകുമ്പോൾ കഷ്ണം വെട്ടിയ ചെറിയ കാരറ്റ് കഷ്ണം വെട്ടി അതിലോട്ടിട്ട് കൊടുക്കുക. ഒരു 90% വേവേ വരാൻ പാടുള്ളൂ. അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഊറ്റി അവിടെ മാറ്റി വെക്കുക. ഇനി ഗ്യാസ് ചെറുതാക്കി ഒന്ന് കത്തിച്ചിട്ട് അതിന്മേൽ പാത്രം വെച്ചിട്ട് നമ്മൾ ആ ഉള്ളി വറുത്ത നെയ്യ് ലേശമൊന്ന് ഒഴിച്ചു കൊടുക്കുക, അടി പിടിക്കാതിരിക്കാനാട്ടോ. എന്നിട്ട് ആ ചോറ് അതിലോട്ടിട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലും തന്നെ ആ നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ആ വറുത്ത് വെച്ച ഉള്ളി അതിലോട്ടിട്ട് നല്ലോണം ഇളക്കി മിക്സാക്കുക. നല്ലോണം ഇളക്കി മിക്സാക്കിയിട്ട് ഒരു 5 മിനിറ്റ് എന്ത് ചെയ്യുക, ചെറിയൊരു തീയിൽ അവിടെ അടച്ചു വെക്കുക. ചെറിയ തീയിൽ അടച്ചു വെച്ചിട്ട് ആ നെയ്യും ആ ഉള്ളിയുടെ സ്മെല്ലൊക്കെ എല്ലാ വറ്റിലൊന്ന് പിടിക്കാനാട്ടോ. ഒരു 5 മിനിറ്റ്, ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയോ കൊണ്ടു, ഒട്ടിപ്പിടിക്കാത്ത നല്ല അടിപൊളി ടേസ്റ്റോട് കൂടിയുള്ള റൈസ് നിങ്ങൾക്ക് കിട്ടും.